കോരപ്പാപ്പന് സ്തുതി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. 2009 സാറിൻ്റെ ഇട്ടിക്കോര പബ്ലിഷ് ചെയ്യുന്നത് മലയാളത്തിൽ. അവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം 15 വർഷത്തിന് ശേഷമാണ് ഒരു സീക്വൽ എന്നുള്ള തരത്തിൽ കോരപ്പാപ്പൻ എഴുതി തുടങ്ങുന്നത്, പുറത്തേക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് തോന്നുന്നു മലയാളം സാഹിത്യത്തിൽ ഇത്തരത്തിൽ ഒരു രണ്ടാം ഭാഗം അല്ലെങ്കിൽ സീക്വൽ വരുന്നത് വളരെ കുറവാണ്. ചിലപ്പം ഞാൻ പലരോടും ചോദിച്ചു, വളരെ ക്ലോസ് ആയിട്ട് ലിറ്ററേച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു കൃത്യമായി രണ്ടാം ഭാഗം അല്ലെങ്കിൽ ഒരു കഥാപാത്രം വീണ്ടും വരുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 15 വർഷത്തിൽ കോരപ്പാപ്പന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, വായനക്കാർക്ക് അതിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെ സാറ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. വായനക്കാർക്കും മാത്രമല്ല, സമൂഹത്തിനുമല്ല, എഴുത്തുകാരനും വലിയ മാറ്റമുണ്ട്. എഴുത്തുകാരനും ഉണ്ടാകുന്ന മാറ്റമായിരിക്കും ചിലപ്പോൾ എഴുത്തിൽ കുറേയും കൂടെ തീവ്രമായിട്ട് ഉണ്ടാവുക. ഫ്രാൻസിസ് ഇട്ടിക്കോര 2006 എഴുതി തുടങ്ങി, 2008 സീരിയലൈസ് ചെയ്യുന്നു, 2009 പുസ്തകമായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 12 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എഴുതാം എന്ന ഒരു തോന്നലുണ്ടാവും. അതിനു മുമ്പ് തന്നെ പുസ്തകം വന്ന കാലത്ത് എൻ്റെ പല പുസ്തക ചർച്ചകളിലുമൊക്കെ വായനക്കാർ ഉന്നയിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇട്ടിക്കോര എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞത്? അതായത് 30ാമത്തെ അധ്യായത്തിൽ ഇട്ടിക്കോര ഷോട്ട് ഡെഡ് എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുകയാണ് ചെയ്തു. എന്തിനാണ് അങ്ങനെ നിർത്തിയത് എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യം തുടക്കം മുതലേ ഉണ്ടായിരുന്നതാണ്. പക്ഷേ തുടർന്ന് ഇട്ടിക്കോരയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല ഓപ്ഷൻസ് മനസ്സിൽ തോന്നിയിരുന്നെങ്കിലും അതിൽ ഏത് വേണമെന്ന കാര്യത്തിൽ എനിക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10-12 വർഷത്തിന് ശേഷം ആണ് അതിനെക്കുറിച്ചൊരു കൃത്യമായൊരു ധാരണയിലേക്ക് എത്തുന്നതും ഈ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന് എഴുതാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ കാലത്തിനുള്ളിൽ ലോകത്തിനും മനുഷ്യർക്ക്, സമൂഹത്തിന് എല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വേഗതയിലുള്ള മാറ്റങ്ങളായി. ഫ്രാൻസിസ് ഇട്ടിക്കോര എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ വിവരസാങ്കേതിക വിദ്യയുടെയും അത്തരം വിനിമയങ്ങളുടെയൊക്കെ ഒരു ആദ്യഘട്ടം കടന്ന് പോകുന്നൊരു സമയത്തായിരുന്നു. നോവലിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ വന്ന ഒരു പശ്ചാത്തലത്തിൽ പലരും ഇതൊക്കെ സാഹിത്യത്തിന് പറ്റുന്ന കാര്യങ്ങളാണോ, അതിലത്ര കടുത്ത കാര്യങ്ങളൊന്നും ഇല്ല, ഇമെയിലിനെ പറ്റിയും അല്ലെങ്കിൽ ബ്ലോഗുകളെ പറ്റിയിട്ടൊക്കെ ആണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെ തന്നെ ഇത് സാഹിത്യമായിട്ട് അത്ര ഇതില്ലാത്ത കാര്യമില്ലേ, സാഹിത്യം എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ഒരു സാധനമാണെന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോൾ നമുക്കറിയാം, അത് ബ്ലോഗൊക്കെ ഒബ്സലേറ്റായി വേറെ പുതിയ സോഷ്യൽ മീഡിയയുടെ ഒരു തരം ഉന്മാദ സമാനമായ ഉത്സവകാലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള രണ്ടാം ഭാഗത്തിൽ അതിൻ്റെ ഒരു സാഹചര്യത്തിനെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കോരപ്പാപ്പൻ്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. കുറച്ചും കൂടെ ഈ പുസ്തകം വരുമ്പോൾ, ഇപ്പോൾ പുസ്തകം അടുത്ത് തന്നെ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഒരു അധ്യായം കൂടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരാനുണ്ട്. അത് മറ്റന്നാൾ പുറത്തിറങ്ങുന്ന ആഴ്ചപ്പതിപ്പിൽ വരും. അത് കഴിഞ്ഞ് അധികം താമസിയാതെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് പുസ്തകമായിട്ട് പുറത്തിറങ്ങും. അപ്പോൾ അതിന് പ്രീ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് വലിയൊരു സന്തോഷം പറയാനുള്ളത്, അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് ഈ പ്രീ ബുക്കിങ്ങിന് ഉണ്ടായതെന്ന്. പ്രീ ബുക്കിങ് കുറേ ആളുകളൊക്കെ ബുക്ക് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാവർക്കും ഓതർ സൈൻഡ് കോപ്പി കൊടുക്കാമെന്നാണ് പബ്ലിഷർ ഓഫർ ചെയ്തത്. സാറ് ഇട്ടിക്കോര ഇറങ്ങിയപ്പോൾ പറയണ്ടായി, പലരും കുന്തംകുളത്ത് അന്വേഷിച്ച് വരുന്നുണ്ട്, ഇങ്ങനൊരാൾ അവിടെ ജീവനോടെ ഉണ്ടായിരുന്നു, മിത്തിൽ നിന്ന് ഹിസ്റ്ററിയിലേക്ക് പതുക്കെ ട്രാൻസിഷൻ ചെയ്തു പോയൊരു കഥാപാത്രമായിരുന്നു. അപ്പം അങ്ങനെ വലിയ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു. ഞാൻ അതിൻ്റെ പുസ്തകമായിട്ട് അടിച്ചിട്ട് നമ്മൾ ഒപ്പിട്ട് അയക്കുക എന്നുള്ള പ്രായോഗികമല്ല എന്ന് പബ്ലിഷർ പറഞ്ഞിട്ട് ഈ ഒപ്പിടേണ്ട പേജ് മാത്രം അവർ ആദ്യം പ്രിൻ്റ് ചെയ്ത് വെച്ച് ഞാൻ അവിടെ പബ്ലിഷറുടെ അടുത്ത് പോയി താമസിച്ച് കുറേ ദിവസം അടുപ്പിച്ചിരുന്ന് ഒപ്പ് ഇട്ട് തിരിച്ച് വരികയാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു പകുതി പോലും
ആയിട്ടില്ല, വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം. സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഇട്ടിക്കോരയുടെ മുമ്പുള്ള കാലം വരെ പേന ഉപയോഗിച്ച് കാര്യമായിട്ട് എഴുതുക. നിങ്ങളോട് വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണ്, ഞാൻ പേന ഉപയോഗിച്ച് എഴുതുന്നത് ഇതിനായിട്ട്. ഇട്ടിക്കോര മുതലും എല്ലാം ടൈപ്പ് ചെയ്ത് തുടങ്ങിയതാണ്. കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഓദർ സൈനിങ്ങിന് ഒരു 4-5 ദിവസം ഇരുന്ന് നമ്മൾ 10,000-10,000 കോപ്പിയിലൊക്കെ കൂടുതൽ ഒപ്പിടണം നമ്മൾ. ആദ്യം അത് എളുപ്പമാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ വളരെ അത്ര എളുപ്പമല്ല, ടഫാണെന്ന്. ഒരു മണിക്കൂറിൽ ഒരു 100 വീതമൊക്കെ ചെയ്താൽ 8-10 ദിവസം ഇതിനു വേണ്ടി മെനക്കെട്ടിരിക്കുന്നു. അപ്പം വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ വായനക്കാരുടെ ഭാഗത്തു നിന്ന് അത്ര നല്ലൊരു പ്രതികരണം കിട്ടുന്നത്. അപ്പോൾ ഇതും എൻ്റെ ഇനിയൊരു ഇരട്ടി കൂടെ ഇനി ബാക്കി ഒപ്പിടാനുണ്ട്. എന്ന് ഇത് ഒപ്പിട്ട് തീരുമെന്ന് നമുക്കറിഞ്ഞൂടാ. അതുകൊണ്ട് ചിലപ്പോൾ അത് അയച്ചു കൊടുക്കുന്ന കുറച്ച് വൈകി പോകാനും സാധ്യതയുണ്ട്. മറ്റു കുറ്റക്കാരൻ ഞാൻ തന്നെയാണ്. പ്രായോഗികമായിട്ട് മനുഷ്യന് പറ്റുന്നൊരു കാര്യമില്ല. അതുപോലെ സർ, എനിക്ക് തോന്നിയത് നേരത്തെ നമ്മൾ പറഞ്ഞു വായനക്കാരുടെ അഭിരുചി മാറുന്നു, എഴുത്തുകാരൻ മാറുന്നു. അതുപോലെ കോരപ്പാപ്പൻ്റെ യാത്രകളുടെ ഒരു ഡയറക്ഷനും മാറി. നമ്മൾ ഇട്ടിക്കോരയിൽ വെസ്റ്റ് പടിഞ്ഞാറേക്കാണ് പോയത്. ഇറ്റാലിയൻ റെനാസാൻസ് ആയിരുന്നു നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തത്. ഹൈപ്പേഷ്യ പോലത്തെ കഥാപാത്രങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നമ്മളൊക്കെ വായിച്ച് അത്ഭുതപ്പെട്ടു പോയത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് രീതിയിലൊക്കെ ഹൈപ്പേഷ്യ നമ്മൾ കാണുന്നു. പക്ഷേ ഇത്തവണ മറ്റൊരു ദിശയിലേക്കാണ് കോരപ്പാപ്പൻ്റെ യാത്ര ചെയ്യുന്നത്. ഈസ്റ്റിലേക്ക് പോകുന്നു, കൊറിയയിലേക്ക് പോകുന്നു, ജപ്പാനിലേക്ക് പോകുന്നു. ഈ കൊറിയ എന്നുള്ള ഒരു സ്പേസ് തന്നെ ഐ തിങ്ക് ഒരു ജനറേഷൻ്റെ മുഴുവൻ പൾസ് അറിഞ്ഞുകൊണ്ട് എഴുതുന്നത് കൂടി ആയിരിക്കാം. കാരണം ഇപ്പം ഞാനൊക്കെ ക്ലാസ്സിൽ പോകുമ്പോൾ പണ്ട് സിനിമ കഥ പറഞ്ഞിട്ടായിരുന്നു ലിറ്റററി തിയറി പഠിപ്പിക്കുക. ഇപ്പോൾ അവർക്ക് സിനിമ കേട്ടാൽ ഈ ജനറേഷന് മനസ്സിലാവാറില്ല. കൊറിയൻ BTSും പോപ്പും K-പോപ്പും ഒക്കെ ഈ പ്രായത്തിൽ ഞാൻ കാണേണ്ട ആവശ്യമായിട്ട് വന്നു, ബിക്കോസ് ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി. ബട്ട് വളരെ ഗംഭീരമായിട്ട് സാറ് കോരപ്പാപ്പനിൽ ഈ ലൊക്കയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, അത് പൂർണ്ണമായിട്ടും കിഴക്കോട്ടല്ല കേട്ടോ. ഇട്ടിക്കോരയുടെ കഥ പടിഞ്ഞാറോട്ട് തന്നെയാണ്, ഫ്ലോറൻസും പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. അത് പുതിയ നോവലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ നോവലിൻ്റെ കഥ മുഴുവൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ പുസ്തകം വായിക്കാനുള്ള നിങ്ങളുടെ ആകാംക്ഷ നശിപ്പിക്കുന്നില്ല. പക്ഷേ അതിൽ കോരപ്പാപ്പനോട് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ പടിഞ്ഞാറോട്ട് മാത്രമായിരുന്നോ യാത്ര കുരുമുളകും കൊണ്ട്, കിഴക്കോട്ടൊന്നും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കോരപ്പാപ്പൻ പറയുന്നുണ്ട്, പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ആ എക്സിസ്റ്റിംഗ് റൂട്ട് അവരുടെ കയ്യിലായപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ പറ്റാതെ ആയ സമയത്ത് ഞാൻ കിഴക്കോട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. 1-2 തവണ യാത്ര ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് ഈ തൂത്തുക്കുടി വഴി ഇപ്പുറത്ത് കയറി പിന്നീട് അങ്ങനെ കൊറിയ വരെ എത്തുന്ന ഒരു യാത്രയായിരുന്നു. പിന്നീട് ഒക്കിനാവയിൽ പോകുന്ന, എന്നിട്ട് കിഴക്കൻ പസഫിക് വഴി ഇദ്ദേഹം കറങ്ങി തൻ്റെ ലക്ഷ്യസ്ഥാനമായ ഫ്ലോറൻസിലേക്ക് തന്നെ എത്തുകയാണ് വീണ്ടും. അപ്പം അങ്ങനെ ഈ കൊറിയൻ കൾച്ചർ ഈ 15 കൊല്ലത്തൊരു മാറ്റം നോക്കുക. ഇപ്പോൾ ഇട്ടിക്കോര ഇറങ്ങുന്ന സമയത്തും ഇന്നത്തെയും നമ്മുടെ സമൂഹത്തിൽ ഉള്ള മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം. ഈ കൊറിയൻ സംസ്കാരത്തിന് വലിയൊരു ഇൻഫ്ലുവൻസ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. ഫ്രാൻസിസ് ഇട്ടിക്കോരയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് രേഖ എന്നാണ്. രേഖയുടെ റിംഗ് ടോണായിട്ട് ഉപയോഗിച്ചിരുന്നത് കട്ട് മൈ ലൈഫ് ഇൻ ടു പീസസ് എന്ന് പറഞ്ഞ പാപ്പരോഷയുടെ ഒരു റിംഗ് ടോണാണ് ഉപയോഗിച്ചിരുന്നത്. അതന്ന് ഞാൻ ഇട്ടിക്കോര എഴുതിക്കൊണ്ടിരിക്കുന്ന 2008 ചെറുപ്പക്കാർക്കിടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള റിംഗ് ടോണായിരുന്നു. ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ആളുകളെ അവരോട് സൗഹൃദം സ്ഥാപിക്കും. അവരെന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തൊക്കെയാണ് വായിക്കുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത് കഴിയുന്നത്ര ചെറുപ്പക്കാരുടെ കൂടെ എന്ന് വെച്ചാൽ അവരാണല്ലോ ഇനി ഭാവിയിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ അങ്ങനത്തെ ഒരു റിംഗ് ടോണാണ് ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി രേഖ അതേ റിംഗ് ടോൺ തുടർന്നാൽ, നമ്മളൊക്കെ റിംഗ് ടോൺ ഇടയ്ക്ക് മാറ്റില്ലേ, രേഖ അതേപോലെ റിംഗ് ടോൺ തുടർന്നാൽ ശരിയല്ലോ. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന പുസ്തകത്തിൽ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകത്തിൽ രേഖയുടെ റിംഗ് ടോൺ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള പാട്ടായിരിക്കും. ബ്രൂണോവും അതേപോലെ റോസെ ചേർന്ന് പാടുന്ന ആപ്പത്ത് അപ്പത്ത് എന്ന് പറയുന്ന വളരെ 2024 ടോപ്പ് ഹിറ്റായിട്ടുള്ള K-പോപ്പാണ്. അപ്പം K-പോപ്പ്, K-കൾച്ചർ, K-സീരീസ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിൽ ഒരു ഒരു ചാപ്റ്ററുണ്ട്, ഇട്ടിക്കോരയിൽ സൊറ എന്ന് പറഞ്ഞ ചാപ്റ്ററുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു വിഷയത്തിനെ പറ്റി
ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കെ പോപ്പും കെ കൾച്ചറും നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ വയലൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ട് ഒരു ചാപ്റ്ററിൽ ഗംഭീരമായ ചർച്ച തന്നെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് വായിക്കാവുന്നതാണ്. അതുപോലെ സർ, ഫാൻറ്റസി അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം എപ്പോഴും ഒരു സബോൾട്ടേൺ സ്ട്രാറ്റജിയാണ്, ചെറുത്തുനിൽപ്പിൻ്റെ സ്ട്രാറ്റജി ആയിട്ട് കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഇത്രയും കാലഘട്ടം മാറുമ്പം ഇപ്പോഴും ഈ ഒരു സബോൾട്ടേൺ നാരറ്റീവ്സിൽ ഈ മാജിക്കൽ റിയലിസം എന്നൊരു സ്ട്രാറ്റജി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെയാണോ സാറ് കാണുന്നത്? റെസിസ്റ്റൻസ് മാത്രമല്ല, കലയുടെ പലതരത്തിലുള്ള സാധ്യതകളെ എല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു കരുത്താണ് മാജിക്കൽ റിയലിസത്തിൻ്റെയും ഫാൻറ്റസിയുടെയും ഇട്ടിക്കോരയിലുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്ന പുസ്തകമാണ് ഈ കോരപ്പാപ്പിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ. ഇട്ടിക്കോര ഒരു പരിധിവരെ യുക്തിക്കുള്ളിൽ നിന്നിട്ടുള്ള ചിന്തകളാണ് പല. യാഥാർത്ഥ്യത്തെ യുക്തി കൊണ്ട് തിരിച്ചും മറിച്ചും വായിക്കുമ്പോൾ ഉണ്ടാകുന്ന കഥാസന്ദർഭങ്ങളാണ് ഇട്ടിക്കോരയിൽ. ഇപ്പം ഗാമ ഇങ്ങോട്ട് വന്നു, ഒരു റൂട്ടിൽ കൂടി വന്നു, മിലിന്തിൽ നിന്നൊരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായി കൂട്ടി കോഴിക്കോട് കാപ്പാട് കുടപ്പുറത്ത് വന്നിറങ്ങി എന്ന് പഠിക്കുമ്പോൾ നമുക്കൊരാളൊക്കെ എന്തുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കൂടാ, അതൊരു എക്സിസ്റ്റിംഗ് റൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയിട്ട്, ഞാനിപ്പം കുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, സംശയമില്ല എനിക്ക്. ഒരു ഇന്ത്യക്കാരൻ ഇട്ടിക്കോരയോ മറ്റേതെങ്കിലും പേരിലോ ഉള്ള ഒരാൾ, ഒരു മലയാളി തൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാനായി ലോകം മുഴുവൻ സഞ്ചരിച്ച് വിറ്റിട്ടുണ്ടാകും എന്നുറപ്പിലാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. അപ്പം യാഥാർത്ഥ്യത്തെ യുക്തി കൊണ്ട് തിരിച്ചും മറിച്ചും പറഞ്ഞ് അതിനപ്പുറത്തേക്ക് കഥയുടെ പോസിബിലിറ്റീസ് നോക്കുക. എന്നാൽ കോരപ്പാപ്പിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു പുതിയ നോവലിലേക്ക് വരുമ്പോൾ ഇതിൽ ഫാൻറ്റസിയുടെ എലമെൻറ്റ്, ഫാൻറ്റസിയാണ് നമുക്ക് ഇമാജിനേഷൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് തരുന്നത്. അത് കുറേയും കൂടെ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള പോസിബിലിറ്റീസിലേക്ക് പോകാനുള്ള ശ്രമം കൂടിയാണ്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പുസ്തകമായിട്ട് വരുമ്പോൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് ഡയറക്റ്റ്ലി കോരപ്പാപ്പൻ്റെ കഥയായിട്ട് ബന്ധമില്ലെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഈ ഓർഗാനിക് ആയിട്ടുള്ള എഴുത്തും മിക്കവാറും ഒരുമിച്ച് പോകാറുണ്ടല്ലോ. സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. എവ്രിബഡി ഈസ് അണ്ടർ സ്ക്രൂട്ടിനി അല്ലേ? അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, പറയുന്നത് ശരിയാണോ? പക്ഷേ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം എഴുതുമ്പം ക്രിയേറ്റീവ് റൈറ്റർക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു ബാധ്യതയാവാറുണ്ടോ? ഇല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് നമ്മൾ അത്ര കോൺഷ്യസ് അല്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെ എൻ്റെ നോവൽ ആൽഫിയൊക്കെ എഴുതുന്ന സമയത്ത് എൻ്റെ ഒരു വിശ്വാസം, നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കഥ അത് വളരെ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്തിരുന്നും വളരെ ആ പ്ലാൻ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എഴുത്ത് എന്ന് ധരിച്ചിരുന്നു. പക്ഷേ ഫ്രാൻസിസ് എറ്റിക്കോര മുതൽ എനിക്കതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ടെന്നും മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഥയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ പ്ലാനുണ്ട്, ആ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പൂർണ്ണമായിട്ടൊരു വെളിപാട് പോലെ സംഭവിക്കുന്നൊന്നുമില്ല. നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഒഴുകി വാചകങ്ങൾ വരുന്നത് അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. വളരെ ഒരേ വാചകം തന്നെ നമ്മൾ 4-5 തവണയൊക്കെ എഴുതി തിരുത്തി മറിച്ചുമൊക്കെ എഴുതിയിട്ട് കൂടുതൽ പെർഫെക്റ്റാക്കി അങ്ങനെ കഥ പറഞ്ഞു പോവുക തന്നെയാണ് ചെയ്യുന്നത്. മറ്റൊരത്ഭുതമല്ല. പക്ഷേ ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, നമ്മുടെ കഥാപരിസരം, ആ സ്പേസ്, അത് നമ്മൾ അതിനുള്ളിലായി പോകുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. ഇപ്പോൾ ഫ്രാൻസിസ് എറ്റിക്കോര ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അതിൽ രേഖ, രശ്മി എന്നൊക്കെ പറയുന്നൊക്കെ കഥാപാത്രങ്ങളാണ്. ബെന്നി ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ്. ഹൈപ്പേഷ്യ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടി നോവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ നമ്മൾ സൃഷ്ടിക്കുന്ന ഈ കഥാപാത്രങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വളരെ പരിചിതരായ വ്യക്തികളായിട്ട് മാറുന്നവരും. ഇപ്പോൾ ഇട്ടിക്കോരെ നമുക്ക് 100% അപ്പുറത്തറിയാം, എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നു. അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. എഴുതാൻ കഴിയുന്നത്ര ഏകാന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുന്നൊരു രീതിയാണെന്ന്. അപ്പോൾ എഴുതുമ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പ്ലാനിൽ നിന്ന് അവർ ചിന്തിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്ന പോലെയാവും. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെയാവും പ്രതികരിക്കും. ആ സമയത്ത് ഇപ്പോൾ ഒരു 1500 ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കോരപ്പാപ്പൻ എന്ന കഥാപാത്രം പ്രതികരിക്കുന്ന പോലെ ആയിരിക്കും
അപ്പോൾ 2025 പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടുള്ള ജാഗ്രതയോ ചിന്തയിലേക്ക് നമ്മൾ പോവില്ല. പോയാൽ അത് ശരിയാവില്ല. എന്താണെന്ന് വെച്ചാൽ അത് മറ്റു വളരെ കൃത്രിമമായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെതിരായിട്ടുള്ള ആളല്ല. അത് പൂർണ്ണമായിട്ടും സത്യമാണ്, ശരിയാണ്, അങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ ഒരു വർക്ക് ഓഫ് ആർട്ട് അതും പീരീഡായിട്ട് വരുന്ന മറ്റൊരു കാലത്തെ സംബന്ധിച്ച് നമ്മുടെ ഇന്നത്തെ മൂല്യബോധങ്ങളോട് ചേർന്ന് നിൽക്കാത്ത മറ്റൊരു കാലത്തെ മറ്റൊരു ജീവിതത്തെ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ ഈ സിദ്ധാന്തങ്ങളനുസരിച്ച് ആവിഷ്കരിക്കാൻ പോയാൽ അതിനോട് നീതി പുലർത്താൻ കഴിയാതെ. ഇപ്പോൾ ഒരു 1000 കൊല്ലം മുമ്പേ ജീവിച്ചിരുന്ന ദേവനായകിയെ പറ്റിയിട്ട് എഴുതുമ്പോൾ ദേവനായകിയുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന ചിന്തകളെക്കുറിച്ചും അവർ നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളെക്കുറിച്ച് അവർ ആ സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നിരിക്കും പ്രതികരിച്ചിരിക്കുക. എഴുത്തിൽ ആദ്യകാലത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അത്ര ഈ ക്യാരക്ടേഴ്സ് ഫെമിലിയർ ആവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും എഴുതാനും തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ബാധ്യതയായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ കലയെ സമീപിക്കേണ്ടത് അതിൻ്റേതായിട്ടുള്ള യാഥാർത്ഥ്യമല്ല. കല യാഥാർത്ഥ്യമേ അല്ല. കല യാഥാർത്ഥ്യം അതിൻ്റെ ഒരു ഡൈവിങ് ബോർഡ് മാത്രമാണ്. ഇപ്പോൾ ഡൈവ് ചെയ്യുന്ന സ്വിമ്മിങ്ങിലൊക്കെ നടന്ന ഡൈവിങ് ബോർഡാണ് ഈ റിയാലിറ്റി. അതിൽ നിന്ന് നടത്തുന്ന ഡൈവാണ് കല. അതിലാണ് എഴുത്തുകാരൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇമാജിനേഷൻ, ഫാൻറ്റസി, ഭാഷ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലെങ്കിൽ വെറും പത്ര റിപ്പോർട്ട് പോലെ ആയിപ്പോവും. അത് വളരെ ആധികാരികമായിട്ട് വളരെ സത്യസന്ധമായി കൃത്യതയോടുകൂടി പത്രക്കാരൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സർ, ആ ഒരു വാക്കിൽ നിന്നാണ് ഇനി അടുത്ത ചോദ്യം. ഫാൻറ്റസി, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ സിനിമയിലായാൽ പോലും ഫാൻറ്റസി വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സാറ് തന്നെ ബ്രഹ്മയുഗം, ഡയസീറ, ഈ രാഹുൽ സദാശിവൻ്റെ ഒരു യൂണിവേഴ്സ് ക്രിയേഷൻ ഉണ്ടല്ലോ, 3 സിനിമകൾ ഉണ്ടാക്കുന്നു. അതിലൊരു ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി പോലെ ഒരു യൂണിവേഴ്സ്, മാവൽ യൂണിവേഴ്സൊക്കെ പോലെ ഒരു യൂണിവേഴ്സ് ക്രിയേഷനിലൊരു ശ്രമം നമുക്ക് അതിൽ സാറ് വളരെ ആഴത്തിൽ ഇടപെട്ട 2 സിനിമകൾ കൂടിയാണ്. അപ്പം ഈ സിനിമയ്ക്കും ഈ ഫാൻറ്റസി എഴുതുമ്പം അതിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു സാറ് കണ്ടത്? അതോ ഈ മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടായിരിക്കാം ഇപ്പം ഫാൻറ്റസി ഇത്ര ഒരു സെയിലബിൾ പ്രോഡക്റ്റ് ആവുന്നത്? ഇപ്പം ലോക പോലത്തെ സിനിമയിലും ഫാൻറ്റസി തന്നെയാണ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ടെക്നോളജി ഉപയോഗിച്ച് നിർവഹിക്കുന്ന ഒരു ആർട്ടല്ലേ. അനന്ത സാധ്യതകളാണ്. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ഒക്കെ സിനിമയെ കുറേ കൂടി ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ സിനിമയിൽ വരുന്ന വിഷയങ്ങളും അതിൻ്റെ ചർച്ചകളും നോക്കിയാണ് അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ടുള്ള ചേഞ്ചസ് കാണാം. ചിലപ്പോൾ പക്ക റിയാലിറ്റിയുടെ അതിസൂക്ഷ്മതയിലേക്ക് പോകുന്ന സിനിമകൾ വളരെയധികം സ്വീകരിക്കപ്പെടുന്ന ഒരു കാലം വരും. അത് കഴിഞ്ഞ് ഇത്തരം സിനിമകൾ കുറച്ച് അങ്ങ് വന്നു കഴിഞ്ഞ് അത് കഴിയുമ്പോൾ തോന്നും ഇതൊന്നും ആളുകളെ ആകർഷിക്കാൻ ഇതല്ല നല്ലത്, മറ്റേതെങ്കിലും വഴിയാണ്. ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇതിലേക്ക് പോകും, അല്ലെങ്കിൽ വയലൻസിൻ്റെ സെലിബ്രേഷൻസിലേക്ക് അങ്ങനെ പോകും. ഇങ്ങനെ പോയി കഴിയുമ്പോൾ അതിൽ ഇപ്പോൾ വന്നേക്കുന്ന ഒരു മാറ്റം, ഇപ്പോൾ കഴിഞ്ഞ 2025 ഹൊറർ സിനിമകളിലേക്ക് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായൊരു ഇപ്പം അതിൽ വലിയൊരു സന്തോഷം താമസിച്ചാൽ ഓസ്കാർ അക്കാഡമിയിൽ അവിടെ ബ്രഹ്മയുഗം 12-ാം തീയതിയാണ് സ്ക്രീൻ ചെയ്യുന്നത്. ഫെബ്രുവരി 12-ാം തീയതി സ്ക്രീൻ ചെയ്യുന്ന ആദ്യത്തെ ഇതിൽപ്പെട്ടൊരു മലയാള ചിത്രമാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മറ്റ് ഹൊറർ ചിത്രങ്ങളെ അപേക്ഷിച്ച് ബ്രഹ്മയുഗത്തിന് കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് അത് ഒരു മൾട്ടി ലെയേർഡ് നെറേഷനാണ്. ഹൊറർ മാത്രമല്ല അതെന്ന് കണ്ട് ഇറങ്ങുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. എന്നാൽ ആ ഹൊറർ എങ്ങനെയാണ് അത് വർക്കാവുന്നത്, പക്ഷേ വളരെ റിസ്ക്കി ആയിട്ടുള്ള മറ്റു ഹൊറർ ചിത്രങ്ങളെ അപേക്ഷിച്ച് ബ്രഹ്മയുഗം ഒത്തിരി റിസ്ക്കിയാണ്. എന്ന് വെച്ചാൽ ഡയറക്ടർ എൻ്റെ സുഹൃത്താണ്, വളരെ മിടുക്കന ബ്രില്യൻ്റ് ഡയറക്ടറാണ്. ലണ്ടൻ ഫിലിം അക്കാഡമിയുടെ പ്രൊഡക്റ്റാണ് അദ്ദേഹം. വളരെ ബ്രില്യൻ്റായിട്ട് വേൾഡ് ക്ലാസ് ഫിലിം എങ്ങനെയാണ് ഇന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി അതൊന്ന് എങ്ങനെ ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് പോകാം എന്ന് മാത്രമാണ് ചിന്ത. അപ്പം അതുകൊണ്ട് റിസ്ക്കാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ സിനിമ എടുക്കണം, 4 അല്ലെങ്കിൽ 5-മതൊരാളും കൂടെ വേണമെങ്കിൽ പറയാം, 5 ക്യാരക്ടേഴ്സ്. അതിൽ 2 പേർക്ക് കാര്യമായിട്ട് ഒരു റോളും ഇല്ല, 3 പേരേ ഉള്ളൂ. ഒരൊറ്റ ലൊക്കേഷനിലാണ് സിനിമ മൊത്തം
നടക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു സിനിമ എടുത്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു റിസ്ക് ഉണ്ടല്ലോ. പക്ഷേ അതിൻ്റെ ഞങ്ങളൊക്കെ പലതരത്തിൽ ഇതിനു വേണ്ടി ശ്രമിച്ച ആളുകളാണെങ്കിലും മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാനായ നടൻ്റെ ഒരു അത്ഭുതകരമായ പ്രകടനം കൊണ്ടാണ് സിനിമ ലെവലിൽ എത്തിയത്. അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ സദാശിവനും ടി ഡി രാമകൃഷ്ണനും മെനക്കെട്ടാലും ആ സിനിമ അത്രയും ഇതിലേക്ക് എത്തില്ല. ഇപ്പോൾ ഈ കോരപ്പാപ്പൻ്റെ കഥ പറയണ പോലെ കൊട്ടുമൺ പോറ്റിയായിട്ട് അദ്ദേഹം വരുമ്പോൾ ആണ് ഇത് മൊത്തം മാറുന്നത്. നമ്മൾ എഴുതിയ വാചകങ്ങൾ, എഴുതിയ ഓരോ കൊച്ചു ഡയലോഗുകളാണെങ്കിൽ പോലും അദ്ദേഹം അത് പറയുമ്പോഴാണ് അത് ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ആ ഇതിന് നിറയെ ഇപ്പോൾ ലോക പോലെയുള്ള വേറെ സിനിമകൾ വരുന്നു. അത്തരത്തിലുള്ള നിറയെ സിനിമകളും വലിയൊരു മാറ്റം. ഇമാജിനേഷൻ്റെ സാധ്യതകൾ, റിയാലിറ്റിയുടെ ഒരു ആഘോഷത്തിന് ശേഷം ഇമാജിനേഷൻ്റെ സാധ്യതകൾ, കല ഇമാജിനേഷൻ്റെ സാധ്യതയാണ്. അത് പരമാവധി ഉപയോഗിക്കാനുള്ള സൗകര്യം പുതിയ ടെക്നോളജി സിനിമയ്ക്ക് തരുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന തരത്തിൽ കാണികളത് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഒരു ഭാഗത്ത് മിത്തിൻ്റെ റിവൈവൽ നടക്കുന്നുണ്ട്. അതേസമയം നമ്മൾ മറ്റൊരു ഡിറക്ഷനിലേക്ക് നോക്കിയാൽ AI ഹെൽപ്പ് കൊണ്ട് കഥ എഴുതുന്നു, AI തന്നെ കഥ എഴുതുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ടെക്നോളജിയുടെ ഒരു പ്രോളിഫറേഷൻ നമുക്ക് ക്രിയേറ്റിവിറ്റിയിലേക്കും കാണാം. എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു ആ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മനുഷ്യനല്ലാത്ത മറ്റൊരു എൻറ്റിറ്റി കളവ് പറയാൻ തുടങ്ങുന്നതും ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ. ഒരു ക്രിയേറ്റീവ് റൈറ്റർ എന്ന തരത്തിൽ ആ നിലയിൽ സാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്ത് വെല്ലുവിളികളെയും മനുഷ്യനൊരു സാധ്യതയാണ്. നമ്മുടെ ചരിത്രത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഹോമോ സാപ്പിയൻ എന്ന് പറയുന്ന ഈ ജന്തു വിഭാഗത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും വലിയ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച ചരിത്രമുള്ളൂ. AI നമ്മൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, വലിയൊരു സാധ്യതയായിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്നത്. അത് പറയാനുള്ള കാരണം ഇതിന് മുമ്പുള്ള ചരിത്രം അതാണ്. അത് നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് മുന്നോട്ട് പോകാനുള്ളത്. ഇപ്പോൾ ടെക്നോളജിയെ ഒരു കാരണവശാലും നമ്മൾ ഭയത്തോടു കൂടി കാണേണ്ട കാര്യമില്ല. ടെക്നോളജി സാധ്യതയാണ്. അത് ഇതിൻ്റെ അപ്പുറത്ത് മനുഷ്യന് മാത്രം കഴിയുന്ന ഒരു അംശത്തിൽ കൂടിയാണത് മറികടക്കുന്നത്. അത് ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിലായിരിക്കും. തീർച്ചയായിട്ടും ഇതിനപ്പുറത്തേക്കുള്ള വഴികൾ തോന്നും. ഇപ്പോൾ ഈ കോരപ്പാപ്പര സ്തുതിയായിരിക്കട്ടെ എന്നുള്ള നോവലിൽ അത് സീരിയലൈസ് ചെയ്യുന്നത് വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ഹൗ ടു കിൽ ഡെത്ത്, മരണത്തെ കൊല്ലേണ്ടതെങ്ങനെ എന്ന് പറഞ്ഞ്, മരണം എന്ന് ഇനിയും നമുക്ക് പൂർണ്ണമായിട്ട് കീഴടക്കാൻ കഴിയാത്ത, ഇപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് അവശേഷിക്കുന്ന കാര്യമാണ് മരണം. ഈ മരണത്തിനെ മറികടക്കുക എന്ന വലിയൊരു ലക്ഷ്യം നേടുന്നതാണ് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന നോവലിൻ്റെ മറ്റൊരു എലമെൻറ്റ്. അതെങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല എന്നുള്ളൂ. നമുക്ക് ഒരു പ്രധാനപ്പെട്ട അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ മരണത്തെ കൊല്ലേണ്ടതെങ്ങനെ എന്നുവെച്ചാൽ ഇപ്പം തന്നെ നമ്മൾ ഈ ആവറേജ് ഏജ് കൂടിക്കൂടി വരുന്നു. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം 78 മറ്റേയാണെന്ന് തോന്നുന്നു അല്ലേ ഇന്ത്യയിൽ. അപ്പം അങ്ങനെ ഈ റേറ്റിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു മനുഷ്യായുസ്സ് പൂർണ്ണമായിട്ട് 120 വയസ്സിൽ ജീവിക്കാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഒരു 10-15 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊരു 100 വയസ്സ് ആകും. ജപ്പാനിലൊരു സ്ഥലത്ത് 100 വയസ്സിൽ കൂടുതൽ ഉള്ള ആളുകൾ വളരെയധികം ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ പറയാൻ ഞാൻ ഓർക്കുന്നില്ല എന്ന്. ഇതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. മരണത്തെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കീഴടക്കിയിരിക്കും. അതിൻ്റെ ഒരു ശ്രമം കൂടിയാണ് ഈ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള നോവൽ. സാറിൻ്റെ ഓരോ നോവലും ഇപ്പം നോക്കുകയാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. ഇട്ടിക്കോര പോലെയല്ല സുഗന്ധി ശ്രീലങ്കൻ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതുന്ന ഒരു കഥയാണ്. പച്ചാമഞ്ഞ ചുവപ്പ് റെയിൽവേ ആണ്. ആൽഫ ഒരു ഡൈസ്റ്റോപ്പിയൻ ഐലൻഡാണ്. ഇനി കോരപ്പാപ്പൻ അല്ലാതെ വേറെ ഏതെങ്കിലും നോവലിന് സാറ് ഇതുപോലെ ഈ കഥാപാത്രങ്ങൾ മറ്റൊരു തരത്തിൽ വരുന്നതായിട്ട് സങ്കല്പിച്ചിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിക്കില്ല. വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ അത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാൻ ആവുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ടില്ല.
ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ പ്രിയ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയാമെന്ന് ഇട്ടിക്കോര വായിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാലും മാത്തമാറ്റിക്സ് വളരെ അധികം ഉള്ളൊരു വിഷയമാണ്. ഫെർമാ തിയറത്തിനെ പറ്റി പറയുന്നു, മാത്തമാറ്റീഷ്യൻസിനെ പറ്റി പറയുന്നു. കോരപ്പാപ്പനിലും കുറച്ചൊക്കെ കണക്കുണ്ട്, പക്ഷേ ഇട്ടിക്കോരയിൽ അത്ര തന്നെ ഇല്ല. കുറേ കൂടെ കോരപ്പാപ്പൻ്റെ കഥയായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് പോകുന്നത്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ തിയറം ഇട്ടിക്കോരയിൽ നമ്മൾ ഫെർമാ തിയറത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൽ റാംസേ തിയറം എന്ന് പറയുന്ന മാത്സിലെ വളരെ പ്രധാനപ്പെട്ട കോമ്പിനറ്റോറിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റി പറയുന്നുണ്ട്. റാംസെ പറ്റി പറയുന്നുണ്ട്. റാംസെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റാംസെ പറ്റി കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കേണ്ട ഒരാളാണ്. 930 അദ്ദേഹം മരിച്ചു പോകുന്നു. ഗണിതശാസ്ത്രജ്ഞനാണ്, ഫിലോസഫറാണ്, ഇക്കണോമിസ്റ്റാണ്. അദ്ദേഹം അന്ന് കണ്ടെത്തിയ പല കാര്യങ്ങളുടെയും പ്രൂഫൊക്കെ ഇപ്പോഴും ആളുകൾ റിസർച്ച് ചെയ്ത് അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 26 വയസ്സ് കഴിഞ്ഞ് 27 വയസ്സാകുന്നതിന് മുമ്പ് ഇദ്ദേഹം മരിച്ചുപോയി. ആകെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത് 26 വയസ്സും ഏതാനും മാസങ്ങളും മാത്രമാണ്. ആ കാലം കൊണ്ട് ഈ 3 മേഖലകളിലും അത്ഭുതകരമായിട്ടുള്ള അന്വേഷണങ്ങളും കണ്ടെത്തലുകളും നടത്തിയ ഒരു മനുഷ്യനാണ്. ബ്രിട്ടീഷുകാരനാണ്, കാംബ്രിഡ്ജിൽ അധ്യാപകനായിരുന്നു. കാംബ്രിഡ്ജ് അപ്പോസ്തോൾസ് എന്ന് പറയുന്ന കാംബ്രിഡ്ജിലെ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു രഹസ്യ ഗ്രൂപ്പിൽ അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹം കണ്ടെത്തിയൊരു നമ്പറാണ് റാംസേ നമ്പർ എന്ന് പറയും. റാംസേ തിയറുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കോരപ്പാപ്പനിൽ റാംസേ ഒരു പ്രധാനപ്പെട്ട ആളാണ് എന്നുകൂടി പറയാമെന്ന് വിചാരിക്കും. ഇത്തരത്തിൽ ചിന്തിക്കാനും ഇങ്ങനെ ഇമാജിനേഷൻ ഉപയോഗിക്കാനും ഒക്കെ സാറിനെ ഇൻസ്പയർ ചെയ്ത റൈറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, മലയാളത്തിനകത്തും പുറത്തും. ഇത്തരം വൈൽഡ് ഫാൻറ്റസീസ്, അതുപോലെ കണക്റ്റിംഗ് ഫാക്റ്റ് ആൻഡ് ഫിക്ഷൻ, സാറിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത റൈറ്റേഴ്സ് ആരായിരിക്കാം? എന്നെ എക്കോ ആണ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. വളരെ ഫ്രാങ്കായിട്ട് പറയാം, ഉംബർട്ടോ എക്കോ ആണ് എന്നെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ ഫൂക്കോസ് പെൻഡുലം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ നോവലുണ്ട്. അത് ഞാൻ വായിക്കുന്നത് 2000-ൽ എത്തുന്നില്ല, അതിന് തൊട്ട് 99-ലോ 2001-ലോ അങ്ങനെ ഏതോ കാലത്താണ്. എന്നെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ്. മറ്റ് എഴുത്തുകാരൊന്നും ഈ വഴികളിൽ പോകുന്ന ആളുകളല്ല. ഈ ഫാൻറ്റസിയുടെ കാര്യത്തിലും പലരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നിലേക്കുള്ള സ്വാധീനം എന്ന് വെച്ചാൽ ഞാൻ ജീവിച്ച ഈ പുസ്തകങ്ങൾ എഴുതുന്നത് വരെ ഞാൻ വായിച്ച പുസ്തകങ്ങളും കണ്ട മനുഷ്യരും ജീവിച്ച ലോകവും ചെയ്ത തൊഴിലും ഒക്കെ എന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു എഴുത്തുകാരനെ പറ്റി പറയുകയാണെങ്കിൽ എക്കോ ആണ്. പക്ഷേ അങ്ങനെയല്ലാത്ത, ഇപ്പോൾ ലിറ്റററി റൈറ്റേഴ്സ് അല്ലാത്ത ആളുകൾ തന്നെ, ഞാൻ നോൺ ഫിക്ഷൻ ഒരുപാട് വായിക്കുന്ന ആളാണ്. അപ്പോൾ ചില സമയത്ത് ഒരു സാഹിത്യം എഴുതുന്നവരായിരിക്കില്ല കൂടുതൽ സ്വാധീനിക്കുന്നത്, മറ്റു തരത്തിലുള്ള വിഷയങ്ങൾ. അതാണ് മാത്തമാറ്റിക്സിൽ ഇപ്പോൾ റാംസെ പറ്റി പറയാനുള്ള കാരണം, അല്ലെങ്കിൽ അതുപോലുള്ള മാത്തമാറ്റീഷ്യൻസിനെ പറ്റി. ഞാൻ അടുത്തിടയ്ക്ക് ഇപ്പോൾ മഞ്ജുൾ ഭാർഗവയുടെ ഒരു ടോക്ക് കേട്ട എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്. ഞാൻ മഞ്ജുളിനെ പറ്റിയിട്ട് എഴുതിയിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾ കേൾക്കേണ്ടതാണ് മഞ്ജുൾ ഭാർഗവ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യൻ. അതുപോലത്തെ മറ്റ് വിഷയങ്ങളിൽ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും. അതേപോലെ കുന്ദേര വളരെയധികം സ്വാധീനിക്കുന്നതാണ്. മുറഗാമിയുടെ പുസ്തകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്, അതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ എക്കോ മറ്റൊരു തരത്തിൽ എൻ്റെ ഈ റൂട്ടിലേക്ക് എന്നെ കൊണ്ടുവന്ന ആൾ എന്ന നിലയിലാണ് സ്വാധീനം. പക്ഷെ സാർ, എനിക്ക് തോന്നുന്നു പച്ച മഞ്ഞ ചുവപ്പിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു തലത്തിൽ നിന്നാണ് കഥ പറഞ്ഞിട്ടുള്ളത്. റെയിൽവേയുടെ കഥയാണ്, റെയിൽവേയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ക്രൈം, കറപ്ഷൻ, അതിലേക്കും സാറ് പോയിട്ടുണ്ടല്ലേ. ഫാൻറ്റസി തിയറി ഒഴിവാക്കിയെന്നല്ല, പക്ഷെ വളരെ റിയൽ ആയിരുന്നു. സാറിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസും ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കഥയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത് വളരെ വ്യത്യസ്തമാണ്. എൻ്റെ മറ്റ് നോവലുകളേക്കാൾ പച്ച മഞ്ഞ ചുവപ്പ് എന്ന് പറഞ്ഞാൽ റിയലായിട്ട് നടന്നൊരു ആക്സിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിരുന്നു. പിന്നെ ഞാൻ 35 കൊല്ലം റെയിൽവേയിൽ പലതരത്തിലുള്ള ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ആ നോവലിൻ്റെ ഒരു ഭാഗമാണ്. അത് ഒരു റിയൽ സ്പേസിൽ നിന്ന് അങ്ങനെ എഴുതാൻ പറ്റും, എഴുതാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷേ നമ്മളെ ഭ്രമിപ്പിക്കുന്നത് ഫാൻറ്റസിയുടെ പല തലങ്ങളിലേക്ക് പോകാനുള്ള ഒരു എന്ന് പറയുമ്പോൾ അത് നമുക്കങ്ങ് എഴുത്തിൽ കിട്ടുന്നൊരു ഫ്രീഡമാണ്. നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ.
ഇപ്പോൾ പച്ചാമഞ്ഞ ചുവപ്പിൽ നമ്മളൊരു റിയലായിട്ട് നടന്നൊരു സംഭവം, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ജീവിതം, അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് എന്നെ സംബന്ധിച്ച് ഒരു നല്ലൊരു നോവൽ എനിക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷേ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള പുസ്തകം ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇല്ലാത്ത, പൂർണ്ണമായിട്ടും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നു. അത് അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ട്. ഒരു എഴുത്തുകാരന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് നമ്മളായിട്ട് പുതിയതായിട്ടൊരു സ്ഥലം, ഒരു പേര്, ഒരു കഥ, അതിൻ്റെ ഒരു പരിസരം. ഈ പറഞ്ഞ പോലെ മരണത്തെ കൊല്ലേണ്ടത് എങ്ങനെ എന്നൊരു, ഞാൻ വളരെ ആകസ്മികമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചോദ്യം തലക്കെട്ടാക്കി ഒരു അധ്യായം എഴുതാൻ തോന്നുന്നു. ഞാൻ ആ ചാപ്റ്റർ എഴുതി കഴിയുമ്പോൾ എന്തായിരിക്കണം അതിൻ്റെ ഹെഡിങ്. അപ്പം മരണത്തെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് എഴുതിയാൽ ആളുകൾ ഇതെങ്ങനെ ആയിരിക്കും ഇനി ഭാവിയിൽ വായിക്കാൻ പോകുന്നു. അതിൻ്റെ ഒരു രസം അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ പോലെ സാറായിരിക്കും ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇട്ടിക്കോരയിൽ സദ്ദാം വരുന്നുണ്ട്, മാമ ആഫ്രിക്കയിൽ ഇദി അമീനുണ്ട്, സുഗന്ധിയിൽ വേലുപ്പിള്ള പ്രഭാകരനുണ്ട്. ഇങ്ങനെ റിയൽ ആയിട്ട് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ വെച്ച് ഫാൻറ്റസിയുടെ തലത്തിലേക്ക് പോകുന്ന ഒരു സ്ട്രാറ്റജി സാർ എന്നും യൂസ് ചെയ്യാറുണ്ട്. കോരപ്പാപ്പനിലും തീർച്ചയായിട്ടും കോരപ്പാപ്പനിൽ ഇതിലൊക്കെ കടുത്ത ഒരാളാണുള്ളത്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ ഒരു ചെറിയൊരു സൂചനയായിട്ട് ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് മാത്രം നിങ്ങളോട് പറയാം. ട്രംപണോമിക്സ്. ട്രംപണോമിക്സ് എന്ന് കേട്ടില്ലേ? ട്രംപണോമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ട്രംപണോമിക്സ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നേരിട്ട് വരുന്നില്ല, ഒരു അദൃശ്യ സാന്നിധ്യമായിട്ടാണ്. പക്ഷേ വളരെ അത് കണ്ടംപററി ആയതുകൊണ്ടാണ് സാർ അദൃശ്യമാക്കിയത്. കാരണം ബാക്കി എല്ലാവരും സാർ വളരെ റിയൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇൻ ഡീറ്റെയിൽ. അതായിരുന്നു ഒരു ക്യൂരിയോസിറ്റി എനിക്ക്. നോക്കൂ, വെയിറ്റ് ആൻഡ് സീ. I think we can open the questions to the audience.